rejoicing night and day as I walk the pilgrim way. For the hand of God in all my life I see, and the reason for my bliss, yes, the secret all is this, that the Comforter abides in me. He abides, hallelujah, He abides in me. I'm rejoicing night and day as I walk the pilgrim way, for the Comforter abides in me. Once my heart was full of sin, once I had no peace within, till I heard how Jesus died upon the tree. Then I fell down at His feet, and there came a peace so sweet. Now the Comforter abides in me. He abides, He abides, He abides, hallelujah, He abides in me. I'm rejoicing night and day as I walk the pilgrim way, for the Comforter abides in me. He is with me everywhere, and He knows my every care. I'm as happy as a bird and just as free. For the Spirit has control, Jesus satisfies my soul, since the Comforter abides in me. He abides, He abides, He abides, hallelujah, He abides in me. I'm rejoicing night and day as I walk the pilgrim way, for the Comforter abides in me. There's no thirsting for the things of the world that taken wings. Long ago I gave them up, and instantly all my night was turned to day, all my burdens rolled away. Now the Comforter abides in me. He abides, hallelujah, He abides in me. I'm rejoicing night and day as I walk the pilgrim way, for the Comforter abides in me. I'm rejoicing night and day as I walk the pilgrim way, for the hand of God in all my life I see, and the reason for my bliss, yes, the secret all is this, that the Comforter abides in me. He abides, He abides, He abides, hallelujah, He abides in me. I'm rejoicing night and day as I walk the pilgrim way, for the Comforter abides in me. Once again, He abides, hallelujah, He abides in me. I'm rejoicing night and day as I walk the pilgrim way, for the Comforter abides in me. Hallelujah. Praise the Lord. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ സ്വന്തം ഭവനങ്ങളിലിരുന്നുകൊണ്ട് ഈ ഉപവാസ പ്രാർത്ഥന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ സഹോദരന്മാർക്കും ക്രിസ്തുയേശുവിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ അവസാന മണിക്കൂറുകളിലേക്ക് നാം കടന്നു വരികയാണ്. കഴിഞ്ഞ രാത്രിയിൽ ദൈവം നമ്മെ കാത്തുപരിപാലിച്ച ദൈവത്തിൻ്റെ കൃപകൾക്കായിട്ടും വീണ്ടും ഇന്ന് ഈ ഉപവാസം തുടരുവാൻ തക്കതിനവണ്ണം ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കായിട്ടും നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്തുകൊണ്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ആദിയോടന്തം ദൈവത്തിൻ്റെ തിരുസാന്നിധ്യം നമ്മോടൊപ്പം ഉണ്ടായിരിക്കുന്നതിനായിട്ട് പ്രാർത്ഥിക്കാം. ഈ സംപ്രേഷണത്തിൻ്റെ എല്ലാവിധമായ യാന്ത്രിക സംവിധാനങ്ങളെയും അത്യുന്നതനായ ദൈവം കാത്തു സൂക്ഷിക്കുന്നതിനായിട്ടും അവൻ്റെ ഓമനപുത്രൻ്റെ രക്തത്താൽ മുദ്രയിടുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഈ ഉപവാസത്തിൽ ആദ്യോടന്തം കണ്ടും കേട്ടും പങ്കെടുക്കുവാൻ സഹായിക്കുന്നതിനായിട്ട് നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരിക്കൽ കൂടെ ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഇതുവരെ കാണുവാനുള്ള ഒരു കാഴ്ചയല്ല, പിന്നെയോ ഇതിൽ നിങ്ങളും ഹൃദയംഗമായി പങ്കെടുക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ അതിരില്ലാത്ത അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഇന്ന് ലോകം ഒരു വലിയ പകർച്ചവ്യാധിയുടെ കെടുതിയിൽ സ്തംഭിച്ചു നിൽക്കുമ്പോൾ നാം ദൈവത്തോട് നിലവിളിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പിടിച്ചു വാങ്ങേണ്ട സമയമാണ് മുൻപിലുള്ളത്. ഒരു ഉപവാസ പ്രാർത്ഥനയിൽ
നാം ദൈവത്തോട് നിലവിളിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ട് ഈ വലിയ കെടുതിയെ നേരിട്ട് അതിനെ വിജയിച്ച് മുൻപോട്ട് പോകുവാൻ തക്കവണ്ണമാണ് ഈ ശുശ്രൂഷ ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇതിൽ നിന്നൊരു വലിയ പ്രത്യേകതയുണ്ട്. നാം സാധാരണഗതിയിൽ പൊതു ആരാധനകളിൽ പങ്കെടുക്കുന്നത് പോലെയല്ല ഈ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത്. ഞാനും ഇതും പ്രഥമമായിട്ടാണ് ഇപ്രകാരം ഒരു ശുശ്രൂഷ നയിക്കുന്നത്. കാരണം ഇന്ത്യ തൊട്ട് ലോകത്തിൻ്റെ അനേക വിദേശ രാജ്യങ്ങളിൽ എല്ലാവരും അവരുടേതായിട്ടുള്ള ഭവനങ്ങളിൽ ഇരുന്നാണ് ഈ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് 2 പ്രത്യേകതകളുണ്ട്. ഒരുമിച്ച് കൂടി ആരാധിക്കുവാനുള്ള സാഹചര്യവും സൗകര്യവുമില്ല. അത് അങ്ങനെയുള്ള കാര്യം സാധ്യമല്ലാത്തത് കൊണ്ട് ഇന്നത്തെ ഈ പ്രത്യേകമായ പകർച്ചവ്യാധിയുടേതായിട്ടുള്ള കെടുതി നിമിത്തം ഒരുമിച്ച് കൂടി വരുവാൻ സാധ്യമാകാത്തത് കൊണ്ട് അവരവരുടെ കുടുംബങ്ങൾ ഭവനങ്ങളിലിരുന്ന് ഇത് പങ്കെടുക്കുവാൻ തക്കവണ്ണം ഒരു വലിയ അവസരം ദൈവം ഒരുക്കിയിരിക്കുകയാണ്. പലപ്പോഴും ഉപവാസ പ്രാർത്ഥനകളൊക്കെ നടക്കുമ്പോൾ കുടുംബമായിട്ട് പങ്കെടുക്കുവാൻ പലർക്കും കഴിയാറില്ല. ഒന്നിൽ ഗൃഹനാഥൻ പങ്കെടുക്കും, അല്ലെങ്കിൽ ഗൃഹനാഥ പങ്കെടുക്കും. അങ്ങനെയൊക്കെയുള്ള പല വൈകല്യങ്ങൾ ഉപവാസ പ്രാർത്ഥന ശുശ്രൂഷകളിൽ അനേക ഭവനങ്ങൾക്ക് വന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് കുടുംബമായിട്ട് നിങ്ങൾക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനും ഒരുമിച്ചിരുന്ന ദൈവവചനം കേൾക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ തേടുവാനുമുള്ള ഒരു വലിയ വേദിയാണ് ഇവിടെ വേർഡ് ടു വേർഡ് മിനിസ്ട്രീസ് ഒരുക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് വെറും കാഴ്ചക്കാരായിട്ട് പങ്കെടുക്കാം, അല്ലെങ്കിൽ വിമർശന ബുദ്ധിയായി പങ്കെടുക്കാം. അതൊക്കെ നിങ്ങളുടേതായിട്ടുള്ള കാര്യമാണ്. ബലഹീന എന്നെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ബോധ്യമാക്കിയ കാര്യമാണ്. 21 ദിവസം മുൻപ് ഞാൻ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ശുശ്രൂഷ ഏറ്റെടുത്തുകൊണ്ട് ഒരു പ്രാർത്ഥനാ ക്രൂസൈഡിൽ, ദാനിയേൽ ഉപവാസ പ്രാർത്ഥനാ ക്രൂസൈഡിൽ നാം മുൻപോട്ട് വന്നു. ഇന്ന് അതിൻ്റെ പരിസമാപ്തിയുടെ ദിവസമാണ്. അപ്പോൾ ഈ ദിവസങ്ങൾ അത്രയും നാം പ്രാർത്ഥിക്കുകയായിരുന്നു. ഇന്ന് അതിൻ്റെ ദിവസത്തിൻ്റെ അവസാന മണിക്കൂറുകളിലേക്ക് നാം വന്നിരിക്കുകയാണ്. പുതിയ ശക്തി ആർജിച്ചുകൊണ്ട് നമ്മുടെ മുൻപിൽ അലർന്ന സിംഹം പോലെ നിൽക്കുന്ന ഈ വലിയ കെടുതിയെ സമ്പൂർണമായി കീഴടക്കിക്കൊണ്ട് മുൻപോട്ട് പോകാൻ തക്കവണ്ണം എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും കഴിയണം എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. നിങ്ങൾ പരമാർത്ഥ ഹൃദയത്തോടെയാണ് ഈ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്കതിന് സാധിക്കും. യഹോവയാം ദൈവം നമ്മെ സൂക്ഷിക്കും. അവൻ നമ്മുടെ കൂടാരങ്ങൾക്ക് കാവൽക്കാരനായിരിക്കും, യാതൊരു സംശയവുമില്ല. We have come to the final moments of this 21-day Daniel fast. Well, we have declared it on the 8th of March as instructed by the Spirit of God. And we have been going through with prayers and partial fastings. And today we have come to the culmination point where we are in a 24-hour fast. Well, as far as this fast is concerned, it's very unique because normally we all assemble together in a fasting prayer. Now, under the prevailing conditions, that is not possible. The entire country, or I should say, so many countries in the world, they are in the process of lockdown. People can't go out of their houses. All the streets are empty, roads are empty. So we are confined to our houses. So much so, we have got enough and more time to sit at the feet of the Lord. You can't do anything else. And actually, it's a golden opportunity for you to be with the Lord and to seek blessings from the Almighty God. And that's why this fasting prayer is going to be very important in the life of every participant. You can participate in a fasting prayer in a number of ways. There are some people who want to see what is going on. There are some people who really want to hear some songs. And there are people who want to see the performance of people participating in it. There are people who like to find faults in the fasting. But all these are not the real goal of a fasting prayer. See, you have to simply come with an open mind and an open heart. Sit at the feet of the Lord and seek His blessings. That's what is the need of the hour. As the world is being destroyed by the coronavirus, it's for us to cry before the Lord, who has promised us that He would be sending His word to destroy this great pestilence. That's His promise. He will destroy this great pestilence. He will be a wall of fire around our homes amidst this plague. So, if
really we need to have that great blessings of His presence and His healing, then we need to come wholeheartedly before the Almighty God. And we have arranged this fasting prayer where so many could participate, and there are so many participating from different parts of the world in this fasting prayer. I wish that all of you are blessed and all of you are protected by the Almighty God in this great disaster. I do not want to hear about anybody who is being touched by this coronavirus after this fasting prayer. I just pray to God that everyone who participates in this fasting prayer are protected from this great disaster. But the Lord can only instruct. He will only instruct. It's we who have to practice it and gain His blessings. He is there to shower His blessings upon us, there to bless us with His gifts and graces. So it is for us to really attain them. That's what is most important. ദൈവം തൻ്റെ കൃപയാൽ നമ്മളെ നയിക്കുവാൻ സന്നദ്ധനായിരിക്കുകയാണ്. മുട്ടുവിൻ, തുറക്കപ്പെടും. ചോദിപ്പിൻ, ഞാൻ നിങ്ങൾക്ക് തരും. അന്വേഷിപ്പിൻ, കണ്ടെത്തും. You say, knock and the door shall be opened. Ask and you will be receiving. And then search and you find. So it's for us to knock the door of grace and gain His blessings and graces so that we can conquer this great pestilence and go forward as His testimonies. When we pray, asking the Lord to save us, also we have to commit ourselves to the Lord to start a new beginning. There should be a change in our lives so that we place ourselves in His hands and seek His blessings to start a new life as His testimonies, as His witnesses in the next phase of our life after this fasting prayer. We should stand as testimony for Jesus, telling how good He is, how He has saved us from this great disaster, how He has saved us from this family. Well, many a time people in the times of crisis, they will cry out to God and they will make promises to God, but afterwards, later on, they forget all the good God has done to them. പലപ്പോഴും ഇങ്ങനെയുള്ള പരിതാപകരമായ അവസ്ഥകളിൽ, നാശത്തിൻ്റേതായിട്ടുള്ള ദിവസങ്ങളിൽ, മരണത്തെ മുഖാമുഖം കാണുന്ന ദിവസങ്ങളിൽ അനേകർ ദൈവസന്നിധിയിൽ പുതിയ തീരുമാനങ്ങളെടുക്കും. ദൈവത്തോട് പ്രവർത്തിക്കാമെന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമ്മതിക്കും. അവരെ ആക്കി വച്ചിരിക്കുന്ന ശുശ്രൂഷ കൊണ്ട് ഫലം പുറപ്പെടുവിക്കാമെന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വയം സമർപ്പിച്ച് പ്രാർത്ഥിക്കും. എന്നാൽ തങ്ങളുടെ ദുരിതങ്ങളും പ്രയാസങ്ങളും ദുരന്തങ്ങളും എല്ലാം മാറിപ്പോയി, കഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും രാത്രികൾ മാറി അനുഗ്രഹത്തിൻ്റേതായിട്ടുള്ള പ്രഭാതങ്ങൾ ഉദിച്ചെഴിയുമ്പോൾ തങ്ങൾ എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്നും താങ്കൾ എവിടെയായിരുന്നുവെന്നും പലരും മറന്നു പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ്. കാരണം കഷ്ടത്തിലും പ്രയാസനുമായിരിക്കുമ്പോഴാണ് ദൈവം അനേകരെ ഓരോ ശുശ്രൂഷകളിലേക്കും അയക്കുന്നത്. അവരുടെ ആവശ്യം മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരെ യഥാസ്ഥാനപ്പെടുത്തുവാനും അവരെ താങ്ങി നടത്തുവാനുമാണ് ദൈവം താൻ തിരഞ്ഞെടുത്തിരിക്കുന്ന തൻ്റെ പ്രവാചക ശ്രേഷ്ഠന്മാരുടെ എടുക്കുകയും തൻ്റെ ശുശ്രൂഷകളിലേക്കും അനേകരെ അയക്കുന്നത്. ലോകത്ത് വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസ് മാത്രമല്ല, ഇങ്ങനെ ലക്ഷക്കണക്കിന് ശുശ്രൂഷകളുണ്ട്. കാരണം തൻ്റെ ജനങ്ങൾ ഏത് രാജ്യത്തായിരുന്നാലും എവിടെയായിരുന്നാലും തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ജനങ്ങൾക്ക് ആശ്വാസവും പ്രത്യാശയും നൽകിക്കൊണ്ട് സൗഖ്യവും സമാധാനവും സാന്ത്വനവും നൽകിക്കൊണ്ട് അവരെ വഴി നടത്തുവാൻ തക്കതുണ്ട്. തന്നോട് നിലവിളിക്കുന്നവർക്ക് അനുയോജ്യമായ ശുശ്രൂഷകളിലേക്കാണ് അവരെ അയക്കുന്നത്. കാരണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരെ ശുശ്രൂഷിക്കുവാനും അവരെ ഈ വലിയ കെടുതിയിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനുമാണ് ദൈവം അയക്കുന്നത്. അങ്ങനെ അനേക ആയിരം സഹോദരങ്ങൾ ഇങ്ങനെ കടന്നു വന്ന് അനുഗ്രഹങ്ങളും കൃപകളും ഒക്കെ പ്രാപിച്ച് അവരുടെ കഷ്ടതകളുടെ രാത്രികൾ മാറിപ്പോകുമ്പോൾ അനുഗ്രഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അഭിവൃദ്ധിയുടെയും പ്രഭാതങ്ങൾ ദൈവം നൽകുമ്പോൾ പലപ്പോഴും അവർ കടന്നുപോയ രാത്രികൾ അവർ മറന്നു പോകാറുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. സാക്ഷ്യ ശുശ്രൂഷയിൽ അതേ സാക്ഷ്യങ്ങൾ പറയുമ്പോൾ അവരെവിടെ എങ്ങനെയായിരുന്നു, അവരെങ്ങനെ വന്നു, എന്താണ് ദൈവം ഈ ശുശ്രൂഷയിലൂടെ അവർക്ക് ചെയ്തെന്നൊക്കെയും പലരും മറന്നു പോകുന്നതായിട്ടുള്ളത്
ഞാൻ പലപ്പോഴും മനസ്സിലാക്കുന്ന കാര്യമാണ്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, സ്വയം ജീവിതത്തിൽ വരിക. ദൈവത്തിന് ഏറ്റവും 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 പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ കാലങ്ങൾ മറക്കാതിരിക്കുക, നന്ദിയുള്ളവരായിരിക്കുക. പക്ഷേ അനേകർക്ക് അത് ചിന്തിക്കുവാൻ കഴിയാത്തതിൻ്റെ കാരണം ഇനിയും ഇങ്ങനെയുള്ള രാത്രികൾ വരികയില്ല എന്നുള്ള ധാരണയാണ് അനേകരെ അപ്രകാരം സ്വന്തം ഭക്തിയിലും സ്വന്തം ആത്മീയ പ്രാവീണ്യങ്ങളിലുമൊക്കെ അത് പ്രശോഭിക്കുന്നുവെന്ന് വിളംബരം ചെയ്യുവാൻ മുഖാന്തരം ഒരുക്കുന്നത്. എൻ്റെ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ദൈവം നമുക്കെന്ന അനുഗ്രഹങ്ങൾ അത് ഏത് വഴിയാണ് തന്നതെന്നുള്ളത് ആരും മറന്നു പോകരുത്. ആരിൽ കൂടെയാണ് ലഭിച്ചതെന്ന് മറന്നു പോകരുത്. നിങ്ങൾക്ക് വേണ്ടി ഒരു തുള്ളി കണ്ണുനീരൊഴുക്കിയിട്ടുണ്ടെങ്കിൽ ആ കണ്ണുനീരിനെ ഒരിക്കലും മറക്കുവാൻ പാടില്ല. നിങ്ങൾ എത്ര വലിയ ഔന്നത്യത്തിലായിരുന്നാലും തകിടം മറിയാൻ ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് മതി എന്നുള്ളത് ആരും മറക്കരുത്. അതുകൊണ്ട് നിങ്ങൾ അനേകരോട് സാക്ഷ്യം പറയുമ്പോൾ അനേകരെ നിങ്ങൾക്ക് ആകർഷിക്കുവാൻ കഴിയാത്തതിൻ്റെ കാരണം നിങ്ങളുടേതായിട്ടുള്ള ഭക്തിയുടെ വലിയ പരമോന്നതമായ കാര്യമാണ് പറയുന്നത്. പക്ഷേ അവരുടെ പ്രയാസങ്ങൾക്കോ പ്രശ്നങ്ങൾക്കോ പരിഹാരം കാണുവാൻ നിങ്ങളുടെ പൊള്ളയായ വാക്കുകൾക്ക് കഴിയത്തില്ല. നിങ്ങൾ വിചാരിക്കും നിങ്ങൾ വലിയ വലിയ ഭയങ്കര കാര്യമാണ് ദൈവത്തിനോട് ചെയ്തത്. കാരണം അനേകരെ നിങ്ങളായിരുന്ന ശുശ്രൂഷയിലേക്ക്, നിങ്ങൾ പ്രവർത്തിക്കുന്ന ശുശ്രൂഷയിലേക്ക്, നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തി ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയാറില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ആത്മീയ പൊങ്ങച്ചം പറയുവാനാണ് കർത്താവ് തരുന്ന അവസരങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അയ്യോ കഷ്ടം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം എന്നെ സംബന്ധിച്ച് ആര് സാക്ഷ്യം പറഞ്ഞാലും ഇല്ലെങ്കിലും എനിക്കൊരു കാര്യം അറിയാം. നിൻ്റെ ഈ പ്രഭാതം പോയി കഴിഞ്ഞാൽ പിന്നെ ഇരുട്ട് കടന്നു വരും. ഇരുട്ട് ഏത് സമയത്ത് നിൻ്റെ ജീവിതത്തിൽ കടന്നു വരും. അപ്പോൾ നിന്നെ താങ്ങുവാനും നടത്തുവാനും ആരും ഉണ്ടാകുകയില്ല എന്നുള്ളതാണ് അതിൻ്റെ പരമാർത്ഥത. അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്കും വലിയ അനുഗ്രഹങ്ങൾ എന്നീ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവം ചൊരിഞ്ഞു തരുമ്പോൾ, പുതിയ കൃപകളും അനുഗ്രഹങ്ങളുമായിട്ട് നമ്മളെ അഭിഷേകം ചെയ്യുമ്പോൾ, ഈ ഉപവാസത്തിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരോടും എനിക്ക് അപേക്ഷിക്കുവാനുള്ളത്, നിങ്ങൾ ഇത് പ്രാപിച്ച സ്ഥലം മറക്കരുത്, നിങ്ങൾ എങ്ങനെ പ്രാപിച്ചു എന്നുള്ള വിധം മറക്കരുത്. നിങ്ങൾ കർത്താവിൻ്റെ സാക്ഷികളായിട്ട് ഈ വലിയ അനുഗ്രഹങ്ങൾ മറ്റനേകർക്ക് പകർന്നു കൊടുക്കുവാൻ തക്കോണം, ഈ ഉപവാസ പ്രാർത്ഥന ശുശ്രൂഷ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാൻ തക്കോണം അത് കഴിയണം. അപ്പോഴാണ് നിങ്ങൾക്ക് വളരുവാൻ കഴിയുന്നത്. ഇറ്റ്സ് നോട്ട് എ വൺ ടൈം അഫെയർ. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ദാറ്റ് ആഫ്റ്റർ ദ ഫാസ്റ്റിംഗ് യു ക്യാൻ ഗോ അബൌട്ട് ഇൻ എ വേ യു വാണ്ട്. നോ, യു ഹാവ് ടു ബി ടെസ്റ്റിമണീസ് ഫോർ ജീസസ് ക്രൈസ്റ്റ് ഇൻ ദിസ് ഫെലോഷിപ്പ്, which has led you to a new experience in life, a new change in life, a life which is anointed by the Holy Spirit and guided by the Holy Spirit. Maybe you have experienced the Holy Spirit in the past, but today's anointing is entirely different. You are going to be renewed in the Spirit. Those of you who have been anointed, remember to pray, asking the Lord to renew in the Spirit. We need to have new gifts and graces to conquer problems that are arising every moment. And once, if that attitude is there, an attitude where you can be testimonies for Jesus Christ in this fellowship, then blessings are definitely there at your doorstep. It's for you to grab it. So in the hours to follow, I really pray that the Lord grants you his blessings, provided you make a new decisions to be witness for Jesus Christ. Not to witness that you are a great spiritual giant. No, to witness how you have been brought up by the Almighty God, how this fellowship has encouraged you, how so many can be sheltered in this fellowship and saved in this fellowship. Well, I leave that to you. It's your choice. And as we go forward, I request you once again humbly to pray as many times as possible. Forget everything else around you. I know you cannot go out now. You are tied up to your homes. But in your homes also, remember to pray more and more and more. Even during the break times, try to pray. There are no more break times, but still, there are no more breaks, but still, keep yourself in prayer. This is my request. അതേ കൂടുതലായി പ്രാർത്ഥിക്കുവാനും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഇന്ന് പ്രാപിക്കുവാൻ തക്കവണ്ണം കഴിയണമെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ പുതിയ തീരുമാനങ്ങൾ ഇന്നുണ്ടാകണം. കർത്താവേ, നീ എന്നെ അഭിഷേകം ചെയ്യുകയാണെങ്കിൽ, നിൻ്റെ കൃപാവരങ്ങളാൽ നിറയ്ക്കുകയാണെങ്കിൽ ഞാൻ നിൻ്റെ സാക്ഷിയായിട്ട് പ്രവർത്തിച്ചോളാം. അതെ, ഈ ശുശ്രൂഷയിൽ നിന്നുകൊണ്ട് നിൻ്റെ നാമമോഹത്തിനുമായിട്ട് നിൻ്റെ ദാസന്മാരോട് ചേർന്ന് പ്രവർത്തിക്കുന്ന അവസ്ഥയുണ്ടാണ്. അല്ലാതെ ഇത് കഴിഞ്ഞ ശേഷം ഞാൻ പ്രാർത്ഥിച്ചു, എനിക്കത് കിട്ടി, ദൈവം എനിക്കത് വെളിപ്പെടുത്തി, ദൈവം എനിക്ക് വെളിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ നിൻ്റെ പൊള്ളയായ പൊണ്ണത്തരത്തിലുള്ള സാക്ഷിയല്ല. പിന്നെയോ പരമാർത്ഥ ഹൃദയത്തോടെ, നിഗളമില്ലാത്ത, അഹങ്കാരമില്ലാത്ത, താഴ്മയുടെയും സൗമ്യതയുടെയും വിനയത്തിൻ്റെയും കഴിഞ്ഞ കാലങ്ങളെ മറക്കാതെയുള്ള ആ സാക്ഷ്യങ്ങളുമായിട്ട് നീ മുൻപോട്ട് പോകുമ്പോൾ അത് നിൻ്റെ ഭവനത്തിന് നീ അനുഗ്രഹങ്ങൾ വാരിക്കൂട്ടുന്ന അനുഭവമായിരിക്കും. അപ്രകാരമുള്ള അവസ്ഥകളിലേക്ക് ലോകത്തെമ്പാടും ആരൊക്കെ എവിടെയൊക്കെ കാണുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എങ്കിൽ എല്ലാവരെയും അപ്രകാരമുള്ള അനുഭവങ്ങളിലേക്ക് ദൈവം നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
ഇപ്പോൾ പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ പ്രാർത്ഥനാ വിഷയങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും അതിൻ്റെ ഗൗരവത്തിൽ നിങ്ങളും പ്രാർത്ഥിക്കണം. ഒരുപാട് സമയം നിങ്ങൾക്ക് ഗ്യാപ്പ് തന്ന് പ്രാർത്ഥിക്കുവാൻ പറ്റുകയില്ല. കാരണം നിങ്ങൾ എവിടെ ഇരുന്ന് എവിടെ പ്രാർത്ഥിക്കുന്നത് എനിക്ക് കേൾക്കുവാൻ കഴിയുന്നില്ല. അപ്പോൾ അല്പം ഗ്യാപ്പ് തരുമ്പോൾ ആ ഗ്യാപ്പിൻ്റെ പരിധിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. മൗനമായിരിക്കരുത്, ഉറച്ചു പ്രാർത്ഥിക്കണം. ഇപ്പോൾ ഉറച്ചു പ്രാർത്ഥിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല, കാരണം ആരും കേൾക്കാനില്ലല്ലോ. ആ കേൾക്കാനുള്ള നിങ്ങളുടെ ഭാര്യയും മക്കളുമായിരിക്കും, അല്ലെങ്കിൽ ഭർത്താവും മക്കളുമായിരിക്കും. അവർ കേട്ടുകൊള്ളട്ടെ. എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കണം. എല്ലാവരും ഒരുമിച്ച് ദൈവത്തെ സ്തോത്രം ചെയ്യണം. എല്ലാവരും ഒരുമിച്ച് ദൈവത്തെ പുകഴ്ത്തണം. അപ്രകാരമുള്ള വലിയൊരു ദൈവിക അനുഭവത്തിലേക്ക് നാം ഇപ്പോൾ മുൻപോട്ട് പോവുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പുതിയ കൃപകളാലും അനുഗ്രഹങ്ങളാലും ഈ ഉപവാസ പ്രാർത്ഥന എന്നോടൊപ്പം ഉണ്ടായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പരമാർത്ഥ ഹൃദയത്തോടെ, പൊള്ളയായിട്ടുള്ള അവസ്ഥയിലല്ല, പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് അതേ ദൈവത്തോട് ശുശ്രൂഷ വിശ്വസ്ത പുലർത്തുവാൻ തീരുമാനിക്കുന്ന ഓരോരുത്തരെയും, അങ്ങനെ പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയും ദൈവം സ്വർഗം തുറന്ന് തൻ്റെ വലിയ കൃപകളാലും അനുഗ്രഹങ്ങളും നിറയ്ക്കട്ടെ, നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ തലയുടെ വണക്കം. ഉപവാസ പ്രാർത്ഥനയുടെ അവസാന മണിക്കൂറുകളിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് ഒരുക്കിയ മുഖാന്തരങ്ങൾക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മായിരിക്കുന്ന രാജ്യങ്ങളിൽ, നമ്മുടെ ഭവനങ്ങളിലൊക്കെയും കഴിഞ്ഞ രാത്രി ദൈവം കാത്തു സൂക്ഷിച്ചു. ഈ പ്രഭാതത്തിൽ ഉണരുവാനും അല്ലെങ്കിൽ ഈ സമയത്ത് വീണ്ടും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം സമയത്തിൻ്റേതായിട്ടുള്ള തടസ്സങ്ങളില്ലാതെ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ തക്കവണ്ണം ദൈവം ഒരുക്കിയ ദൈവത്തിൻ്റെ വലിയ കൃപകൾക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം പുതിയ തീരുമാനങ്ങളെടുത്ത് കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ സാക്ഷികളായിക്കൊണ്ട് ഈ ഉപവാസ പ്രാർത്ഥനയിൽ നിന്ന് പ്രാപിക്കുന്ന അനുഗ്രഹങ്ങളും കൃപകളോടും കൂടി ഈ ശുശ്രൂഷയിൽ നിന്നുകൊണ്ട് ഫലം പുറപ്പെടുവിക്കാൻ തക്കവണ്ണം, അനേക കാര്യങ്ങൾ നേടുവാൻ തക്കവണ്ണം ഞങ്ങൾ സമർപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിക്കണം. സ്വന്തമായിട്ട് നാളെ രാവിലെ ഒരു പുതിയ ശുശ്രൂഷ തുടങ്ങുവാനല്ല, പിന്നെയോ ഈ ശുശ്രൂഷയിൽ നിന്ന് കൊയ്തെടുക്കുന്ന അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ട് കർത്താവ് നൽകുവാൻ പോകുന്ന അനുഗ്രഹങ്ങൾ അനേക കാര്യങ്ങളെ കർത്താവിന് നയിക്കുവാൻ തക്കവണ്ണമുള്ള മുഖാന്തരമായിട്ട് ഈ ശുശ്രൂഷ പ്രവർത്തിപ്പാൻ തക്കവണ്ണം ദൈവമേ എന്നെ സഹായിക്കണം നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗപിതാവാം ദൈവമേ, ഈ പ്രഭാതത്തിനായിട്ട് വീണ്ടും ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സമയഭേദമില്ലാതെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഹല്ലേലൂയ സ്വന്തം ഭവനങ്ങളിരുന്നുകൊണ്ട് ഈ ഉപവാസ പ്രാർത്ഥന ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും നിൻ്റെ കരങ്ങൾ സമർപ്പിക്കുകയാണ്. ഉപവാസ പ്രാർത്ഥന ഇത്രത്തോളം ഞങ്ങളെ സൂക്ഷിച്ച് പരിപാലിച്ച എല്ലാ കൃപകൾക്കായിട്ട് സ്തോത്രം. തുടർന്നുള്ള മണിക്കൂറുകളിൽ അവിടുത്തെ സാന്നിധ്യം കൂടെ ഇരുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടുത്തെ സന്നിധിയിൽ സ്വയം സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ സാക്ഷികളെ പ്രവർത്തിക്കുവാൻ, ഈ ശുശ്രൂഷ ഫലം പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്ന എല്ലാ മക്കളെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സ്വർഗീയ കൃപകളാലും അനുഗ്രഹങ്ങളാലും നീ നിറയ്ക്കുകയും നയിക്കുകയും ചെയ്യണമെന്ന് നിൻ്റെ സ്നേഹത്തോടെ ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നീ എൻ്റെ ശബ്ദവും ശക്തിയും ഭാഷയുമായി എന്നെ വഴി നടത്തുമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തടസ്സങ്ങളെയും തകർത്ത് നിൻ്റെ മക്കൾക്ക് കാണുവാനും കേൾക്കുവാനും തക്കവണ്ണം അവർ ഏത് രാജ്യത്തായിരുന്നാലും ഏത് സാഹചര്യത്തിലായിരുന്നാലും നിൻ്റെ അത്ഭുതകരമാർന്ന വെളിച്ചവർക്ക് പകർന്ന് നയിക്കുകയും നടത്തുകയും ചെയ്യണമേ. അവിടുത്തെ ജയക്കൊടിയിൽ നിന്ന് ഉയർത്തുവാൻ തക്കവണ്ണം പൊന്നേശുവെ അതിനെ സഹായിച്ച് അനുഗ്രഹിക്കുമാറാകണമെന്ന് യേശു മാത്രം അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കുമാറാകണമേ. ഇന്ന് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ കൊറോണ വൈറസ് നിമിത്തം അനേകം സഹോദരൻ ഞാൻ പറയുമ്പോൾ ആയിരക്കണക്കിന് സഹോദരങ്ങൾ ദിനം പ്രതി രോഗികളായി തീർന്നിരിക്കുകയാണ്. അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അല്പം മുൻപ് ഒരു രാജ്യത്ത് നിന്ന് എനിക്ക് വന്ന ടെലിഫോൺ കോളിൽ അവിടെ ജോലി ചെയ്യുന്നൊരു സഹോദരി പറയുന്നത്, ഞങ്ങളുടെ ആശുപത്രിയിൽ ഇവരെ നേരിടാൻ തക്കവണ്ണമുള്ള യാതൊരു ഇക്വിപ്മെൻസും ഇല്ല, സ്ഥലമില്ല, രോഗികളെ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണമുള്ള സ്ഥലമില്ല, അവരെ പറഞ്ഞയക്കുകയാണ്. ഉള്ള രോഗികൾക്ക് വേണ്ടി പരിചരണം നടത്തുവാൻ അവർക്ക് യാതൊരു വിധത്തിലുള്ള ഉപകരണങ്ങളോ സംവിധാനങ്ങളോ ഇല്ല. അതെ, ഈ രോഗം ഓൾറെഡി അവർക്കൊക്കെ പിടിപെട്ടിട്ടുണ്ടെന്ന കാര്യമായ സംശയമുണ്ട്, പുറത്ത് പ്രകടമാകുന്നില്ലെങ്കിലും. കാരണം അങ്ങനെയുള്ള രോഗികൾ അവിടെയുണ്ട്. അങ്ങനെ രോഗം പിടിപെട്ടിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് അവധിയെടുത്ത് വീട്ടിൽ പോകാൻ സാധ്യമല്ല. കാരണം ഒരു ആശുപത്രിയിലെ മുഴുവൻ പേരും അവധിയെടുത്ത് വീട്ടിൽ പോയാൽ ആശുപത്രി അടയ്ക്കാൻ സാധ്യമല്ല. അനേക രോഗികൾ അവിടെ കിടക്കുകയാണ്. ഈ പരിസ്ഥിതിയിൽ ദൈവം അത്ഭുതകരമായി ഇടപെടണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് അതേ പ്രാർത്ഥിക്കുവാൻ തക്കൊണ്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കെടുതി ഇങ്ങനെ പടർന്നു പിടിക്കുമ്പോൾ യഹോവയായ ദൈവം ഇറങ്ങി വന്നേ മതിയാവും. ഈ ഉപവാസത്തിൻ്റെ ആപ്തവാക്യം എന്തെന്ന് ചോദിച്ചാൽ
യഹോവ തൻ്റെ വചനം അയച്ച് അതെ ഈ എല്ലാ പകർച്ചവ്യാധികളെയും സമ്പൂർണ്ണമായി തകർത്ത് കളയുന്നു. തൻ്റെ വചനം അയച്ച് അവൻ പകർച്ചവ്യാധികളിൽ നിന്നും വിടുതൽ നൽകുന്നു. അപ്പോൾ അത്യുന്നതനായ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങിയാൽ മതിയാകത്തുള്ളൂ. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു രാജ്യത്തെ എന്നല്ല, ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളും ഇത് പടർന്നു പിടിക്കുകയാണ്. അനേകർ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ നടുവിൽ യഹോവയാം ദൈവം മനസ്സലിഞ്ഞ് ഇറങ്ങി വന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിനായിട്ട്. പ്രത്യേകിച്ചും മറ്റൊരു കാര്യം കൂടിയുള്ളൂ, തന്നെ വിളിച്ചപേക്ഷിക്കുകയും തൻ്റെ വഴിയിൽ നിൽക്കുകയും ചെയ്യുന്ന ഭക്തന്മാരെ പ്രത്യേകം അവൻ സൂക്ഷിക്കുന്ന ദൈവം കൂടിയാണ്. എന്നാൽ അതെല്ലാം ഉപരിയായി എല്ലാ രാജ്യത്തെയും എല്ലാ സഹോദരങ്ങളെയും നമുക്ക് ദൈവസ്ഥലിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സൗഖ്യമാക്കുന്ന യഹോവയുടെ കരം അവരുടെ മേൽ വെക്കുന്നതിനായിട്ട്, അത് ഈ കെടുതിയെ നിയന്ത്രിക്കുന്നതിനും നിർത്തുന്നതിനുമായിട്ട് ദൈവം തൻ്റെ വചനത്തെ അയക്കുവാൻ തക്കതിനോണം പ്രസാദിക്കുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ തലകളെ അടക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്വപിതാവാം ദൈവമേ, ലോകത്തിൻ്റെ നാനാ തലങ്ങളിൽ നാനാ രാജ്യങ്ങളിൽ ഈ വലിയ കെടുതിയിൽപ്പെട്ടിരിക്കുന്ന കൊറോണ വൈറസിൻ്റെ ആക്രമണത്തിൽ കർത്താവെ നിസ്സഹായരായിരിക്കുന്ന ലക്ഷക്കണക്കിന് രോഗികളെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുകയാണ്. അങ്ങ് സൗഖ്യമാക്കുന്ന യഹോവയാണ്. ഈ മഹാപകർച്ചവ്യാധിയെ നിയന്ത്രിക്കുവാൻ അവിടുന്ന് ഇറങ്ങി വന്നേ മതിയാകത്തുള്ളൂ. അവിടുത്തെ വചനത്തെ അയച്ച് അങ്ങ് സൗഖ്യമാക്കിയേ മതിയാകും. എന്നാൽ ഇത് അവിടുത്തെ വാഗ്ദത്തമാണ്. കർത്താവെ, നിൻ്റെ നിഴലിൻ കീഴെയുള്ള നിൻ്റെ ജനത്തോടാണ് നീ വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. എങ്കിൽ പോലും അടിയങ്ങളുടെ കുറവുകളും കുറ്റങ്ങളും സംബന്ധിച്ചുകൊണ്ട് അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ അവിടുത്തെ നിഴലിൻ കീഴിൽ ഞങ്ങളെ നിർത്തിക്കൊണ്ട് അവിടുത്തെ വാഗ്ദത്തങ്ങൾ ഞങ്ങൾ പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം ഈ മഹാപകർച്ചവ്യാധിയെ അങ്ങ് കർത്താവെ സമ്പൂർണ്ണമായി നിയന്ത്രിക്കുകയും നിർത്തുകയും ചെയ്യണമെന്ന് അവിടുത്തെ സ്നേഹത്തോട് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കഷ്ടത്തിലായിരിക്കുന്ന എല്ലാവരെയും നീ ഓർക്കണമേ. കർത്താവ് അവർക്ക് ആവശ്യമായ ചികിത്സ ലഭിക്കാൻ വേണ്ട സംവിധാനങ്ങൾ അങ്ങ് ഒരുക്കി തരണമെന്ന് അവിടുത്തെ സ്നേഹത്തോട് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരങ്ങളിലേക്ക് കർത്താവെ വലിയ വിപത്തിനെ സമർപ്പിക്കുകയാണ്. ഈ പകർച്ചവ്യാധിയെ നിയന്ത്രിക്കുവാൻ തക്കതിനോണം, അതിനെ നിർത്തുവാൻ തക്കതിനോണം, അതിന് പ്രതിരോധം സൃഷ്ടിക്കുവാൻ തക്കവണ്ണം, പ്രതിവിധികൾ കണ്ടുപിടിപ്പാൻ തക്കവണ്ണം അവിടുത്തെ അത്ഭുതകരമായ നഗരം പ്രവർത്തിക്കുകയും പരിവർത്തിക്കുകയും ചെയ്യണമെന്ന് യേശുവിനെ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുമാറാണ്. ഈ വലിയ പ്രതിസന്ധിയിൽ നമ്മെ നയിക്കുന്ന നേതാക്കന്മാർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസം നാം ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടേതായിട്ടുള്ള ആ മെസ്സേജ് നമുക്ക് ശ്രീ ബോറിസ് ജോൺസൺ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിക്ക് ഈ രോഗം ബാധിച്ചതായിട്ട്, അദ്ദേഹത്തിൻ്റെ ആരോഗ്യമന്ത്രിക്ക് ബാധിച്ചതായിട്ട് അവിടെ പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങൾ അറിയിക്കുകയുണ്ടായി. അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയുണ്ടായി. നാം പ്രാർത്ഥിക്കുകയാണ്. അതുമാത്രമല്ല, ലോകത്തിലെ എല്ലാ നേതാക്കന്മാർക്ക് വേണ്ടി അവരുടെ നേതൃത്വത്തിലാണ് ഇതിനെ നിയന്ത്രിക്കുവാൻ കഴിയുന്നത്. അപ്പോൾ അതിനു വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും ഒരുക്കുവാൻ ദൈവകൃപ അവരുടെ മേൽ വർഷിക്കുന്നതിന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കേരളത്തിലെ എല്ലാ ക്യാബിനറ്റ് എല്ലാ മന്ത്രിമാർക്ക് വേണ്ടിയും നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നേതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രാഷ്ട്രീയമില്ല, സഭാവ്യത്യാസമില്ല, എല്ലാവരും അതേ ഇതിൽ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കൃപ ചൊരിയുന്നതിനായിട്ട് പ്രാർത്ഥിക്കാം. നേതൃത്വം നൽകുവാൻ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ദൈവം ശക്തീകരിക്കുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ത്യൻ പ്രധാനമന്ത്രിയായ പ്രിയപ്പെട്ട നരേന്ദ്രമോദി അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിൻ്റെ കരങ്ങളെ ശക്തീകരിക്കാനായിട്ട് പ്രാർത്ഥിക്കാം. കേരളം ഒരു കൊച്ചു സംസ്ഥാനം മാത്രമാണ്. അതേ വിശാലമായൊരു ജനസംഖ്യ ഈ വലിയ വിപത്തിൽ നിന്ന് പകർച്ചവ്യാധി രക്ഷിക്കുവാൻ തക്കവണ്ണമുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കപ്പെടുവാൻ തക്കവണ്ണം നമുക്ക് പ്രത്യേകമായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അതിനു വേണ്ടുന്ന കരുത്തും കെൽപ്പും നമ്മുടെ പ്രധാനമന്ത്രിക്ക് ദൈവം നൽകുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ലോക നേതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അമേരിക്കയിൽ നമ്മുടെ അനേക സഹോദരങ്ങളുണ്ട്. അവിടെ ഇപ്പോൾ ഈ രോഗം ഏറ്റവും പെട്ടെന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് അവിടെ ദൈവം ഇടപെട്ടേ മതിയാകത്തുള്ളൂ. അത് പ്രസിഡന്റ് ട്രംപിനെ ദൈവം ബലപ്പെടുത്തുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ സഹോദരങ്ങൾ ഒരുപാട് പേര് അമേരിക്കയിലുണ്ട്. അവരെ സുരക്ഷിതമായി പരിപാലിക്കുന്നതിനായിട്ട്, ഈ മഹാരോഗത്തിൽ നിന്നും മഹാവിപത്തിൽ നിന്നും അവർ രക്ഷിക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലുള്ള എല്ലാ നേതാക്കന്മാരെയും നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. അവരുടെ കൈകൾക്ക് ബലം ദൈവം നൽകുന്നതിനായിട്ട് തങ്ങളുടെ ജനതകളെ ഈ വലിയ പകർച്ചവ്യാധിയിൽ നിന്നും രക്ഷിക്കുവാൻ തക്കമുള്ള
സംവിധാനങ്ങൾ പിഴവ് കൂടാതെ നടത്തി ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ അവരുടെ മേൽ പകരുവാൻ തക്കവണ്ണം ഞാൻ സഹായിക്കുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ നല്ല വണക്കം. സ്നേഹിയാർത്ഥ ഞങ്ങളുടെ ലോക നേതാക്കന്മാരെ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിക്കും കർത്താവെ ഈ രോഗം പിടിപെട്ടുവെന്ന് ഞങ്ങൾ അറിയുന്നു. സൗഖ്യം നൽകുവാൻ നീ പ്രസാദിക്കണമേ. അവിടുത്തെ ക്യാബിനറ്റ് അംഗങ്ങൾക്കും ഈ രോഗബാധയുണ്ടോ എന്ന് സംശയിക്കുന്ന കർത്താവെ നീ അവിടെ പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നേതാക്കന്മാരും ഒക്കെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവെ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോത്ത് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കരങ്ങൾക്ക് ബലം നൽകുവാനും കർത്താവ് വലിയ ദുരന്തത്തിൽ ജനത്തെ നയിച്ച് ഹല്ലേലൂയ കർത്താവെ ഇതിൽ നിന്ന് വിജയം നേടുവാൻ തക്കവണ്ണം നീ സഹായിക്കണമെന്ന് അവിടുത്തെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രധാനമന്ത്രി കർത്താവ് ശ്രീ നരേന്ദ്രമോദി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ മഹാരാജ്യത്തെ ജനങ്ങളെ നയിക്കുവാൻ തക്കവണ്ണം ഈ വലിയ കെടുതിയിൽ നിന്നും അത്യത്ഭുതകരമായ രീതിയിൽ കർത്താവെ ഈ ജനതയെ നയിച്ച് അവരെ കർത്താവെ അനുഗ്രഹത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും പാതയിൽ എത്തിക്കുവാൻ തക്കവണ്ണമുള്ള കൃപ അദ്ദേഹത്തിന് നൽകി അനുഗ്രഹിക്കണമേ. അതിന് വേണ്ടുന്ന എല്ലാവിധമായിട്ടുള്ള കൃപയും പക്വതയും കൊടുത്ത് അദ്ദേഹത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീ ശക്തീകരിക്കണമേ, സഹായിക്കണമേ. അമേരിക്കൻ പ്രസിഡന്റിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തെ അനുഗ്രഹിക്കണമേ. പ്രസിഡന്റ് ട്രംപിനെ നീ ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമേരിക്കയിൽ ഇത് കാട്ടുതീ പോലെ പടരുകയാണ്. അതിനെ നിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ അനേക പ്രിയപ്പെട്ട ഒരു സഹോദരങ്ങളൊക്കെ അവിടെ ഉണ്ട്. അവരൊക്കെ നീ ഓർക്കണം. അമേരിക്കൻ ജനതയെ ഓർക്കണം. പോരായ്മകൾ ക്ഷമിക്കണം. അവിടുന്ന് അത്ഭുതകരമായി ഇടപെടണമെന്ന് ഞങ്ങൾ അവിടുത്തെ സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളെ തന്നെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുകയാണ്. ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കുന്ന ഓരോരുത്തരെയും ഇവിടുന്ന് കാത്തു സൂക്ഷിച്ച് പരിപാലിച്ച് നീ ഞങ്ങൾക്ക് കവചവും പലകയും പരിചയവും ഞങ്ങളെ വഴി നടത്തണമെന്ന് യേശുവിൽ അപേക്ഷിക്കുന്ന കൃപ കേൾക്കുമാറാണമേ. അതോടൊപ്പം ഈ ശുശ്രൂഷയിൽ നാം ആയിരിക്കുമ്പോൾ നാം ഓർക്കേണ്ടത് ഹെൽത്ത് വർക്കേഴ്സിനെയാണ്. പീപ്പിൾ ഹു ആർ ഇൻ ദ ഹെൽത്ത് കെയർ സിസ്റ്റം, ഡോക്ടേഴ്സ്, നഴ്സസ്, വാർഡ് ബോയ്സ്, അങ്ങനെ ഈ രോഗികളെ പരിചരിക്കുന്ന ഒരു വലിയ ശൃംഖലയുണ്ട്. അവരെയൊക്കെയും അത്യുന്നതനായ ദൈവം കാത്തു സൂക്ഷിക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കാരണം ഏറ്റവും വലിയ റിസ്ക്കാണ് അവരെടുക്കുന്നത്. ഈ രോഗികളെ രക്ഷിക്കുവാനുള്ള പ്രക്രിയയിൽ അനേക രോഗികളായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് ഇൻഷുറൻസ് പറഞ്ഞു തന്നാൽ അതൊന്നും ഒരു പോംവഴിയാകുകയില്ല. അപ്പോൾ ഈ വലിയ മഹാവിപത്തിൽ ഈ രോഗികളെ ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം ജീവൻ പണയം വെച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടേഴ്സ്, നേഴ്സസ് മാത്രമല്ല, റൂം ബോയ്സ്, വാർഡ് ബോയ്സ് മുതൽ ആശുപത്രി തലങ്ങളിലും അങ്ങനെ ആരോഗ്യ മേഖലയിലും പ്രവർത്തിക്കുന്ന എല്ലാവരെയും കർത്താവ് കാത്തു സൂക്ഷിക്കുന്നതിനായിട്ട്, യേശുവിൻ്റെ രക്തം കൊണ്ട് അവരെ മുദ്രയിട്ട് രക്ഷിക്കുന്നതിനായിട്ട്, അനേക കാര്യങ്ങളെ സൗഖ്യത്തിലേക്ക് വഴി നടത്തുവാൻ തക്കവണ്ണം അവരെടുത്ത് ഉപയോഗിക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥപിതാവാം ദൈവമേ, ഞങ്ങളുടെ എല്ലാവിധമായിട്ടുള്ള ഡോക്ടേഴ്സിനെയും നഴ്സിനെയും പാരാമെഡിക്കൽ സ്റ്റാഫിനെയും ഞങ്ങൾ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് സ്വന്തം ജീവനെ പണയം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും അവിടുന്ന് ഓർക്കണമെന്ന് അവിടുത്തെ സ്നേഹത്തോടെ ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം കർത്താവ് ഇതിൻ്റെ നിയന്ത്രണത്തിന് വേണ്ടി പ്രത്യേകം കർത്താവ് നിയമിക്കപ്പെട്ടിരിക്കുന്ന നിയമപാലകന്മാരെ, പോലീസ് ഫോഴ്സിലെ അംഗങ്ങളെ ഒക്കെ ഇതിൻ്റെ കരങ്ങൾ സമർപ്പിക്കുകയാണ്. കർത്താവരെ ഒക്കെ നീ ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രാജ്യത്ത് കർത്താവ് ഈ മേഖലയെ നിയന്ത്രിക്കുവാൻ തക്കവണ്ണം, ഈ ആക്രമണത്തെ നിയന്ത്രിക്കുവാൻ തക്കവണ്ണം കർത്താവെ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കുകയും അവരെ കർത്താവെ നിന്നെ പൊൻചെറിയൻ്റെ മറവിൽ മറച്ചുകൊള്ളുകയും ചെയ്യണം. നിൻ്റെ സ്നേഹത്തോടെ ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നീ തന്നെ കെടുതിയെ കർത്താവെ സമ്പൂർണ്ണമായി നിയന്ത്രിച്ച് നിർത്തുവാൻ പ്രസാദിക്കണമേ. തിരുനാമം മഹത്വപ്പെടുവാൻ സഹായിക്കണമേ. ആവശ്യമായ ശുശ്രൂഷ സംവിധാനങ്ങൾ അങ്ങ് ഒരുക്കി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. മരുന്നുകൾ ആവശ്യമുള്ളിടത്ത് മരുന്നുകൾ കൊടുക്കേണ്ട ആവശ്യമുണ്ടല്ലോ. കർത്താവെ രോഗികളെ പരിചരിക്കുവാൻ തക്കവണ്ണമുള്ള, അവരെ ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണ, ചികിത്സിക്കാൻ തക്കവണ്ണമുള്ള എല്ലാ സംവിധാനങ്ങളും അങ്ങ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പോരായ്മകൾ നികത്തിയാൽ മതിയാകും. അപ്രകാരം അങ്ങ് പ്രവർത്തിച്ച് കർത്താവെ ഈ രോഗത്താൽ പിടിപെട്ടിരിക്കുന്ന എല്ലാവരെയും അവിടുത്തെ കൃപയാൽ രക്ഷിക്കുവാൻ തക്കവണ്ണം സഹായിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശുവിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മൾ അനേക കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. മുഖ്യമായും നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വലിയ പകർച്ചവ്യാധിയിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നതിനാണ്. ഒരു ലോക്ക്ഡൗണിലൂടെയാണ് ലോകം കടന്നു പോകുന്നത്. സാമ്പത്തികമായ ഒരുപാട് പ്രതിസന്ധികളാണ് നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്നത്. നമ്മുടെ സഹോദരങ്ങളൊക്കെ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ്. എന്നാൽ ഇപ്രകാരമുള്ള ഒരു മഹാവിപത്തിൽ അനേകരുടെ ജോലികൾ നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായ തകർച്ചയിൽ അനേകരുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കുവാൻ സാധ്യതയുണ്ട്. കടുത്ത സാമ്പത്തികമായ നിയന്ത്രണങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. അവിടെയൊക്കെയും ദൈവം അത്ഭുതം പ്രവർത്തിച്ച് ലോകത്തെ
ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കരകയറ്റുവാനും നമ്മുടെ പ്രിയപ്പെട്ടവർ എവിടെയായിരുന്നു അവരെ സൂക്ഷിക്കുവാനും സഹായിക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദാരിദ്ര്യം നിമിത്തം അനേകർ തകർന്നു പോകുന്ന അവസ്ഥ വരാതിരിക്കുവാൻ തക്കോണം ദൈവം അത്ഭുതം പ്രവർത്തിച്ചാൽ മതിയാവും. ഇത് നീണ്ടുപോകും തോറും ആ ഭീഷണി വർദ്ധിക്കുകയാണ്. അത് ലോക്ക്ഡൗൺ 21 ദിവസത്തേക്കാണെങ്കിൽ പോലും പിന്നീടും ഈ ഭീഷണി കൺമുമ്പിൽ നിൽക്കുകയാണ്. അതിനു മുൻപ് ദൈവം അത്ഭുതം പ്രവർത്തിക്കുവാൻ തക്കവണ്ണം, ദൈവം ഈ പ്രശ്നത്തിന് ജയമെടുക്കുവാൻ തക്കവണ്ണം, ഇതിൻ്റെ പോംവഴികൾ കണ്ടുപിടിക്കുവാൻ തക്കവണ്ണം സഹായിക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരായിരിക്കുന്ന സ്ഥാനങ്ങളൊക്കെ അവരെ ഉള്ളംകൈയിൽ സൂക്ഷിക്കുന്നതിനായിട്ട്, ഈ കെടുതിയിൽ നിന്ന് അവരെ വിടുവിക്കുന്നതിനായിട്ട് ഉപജീവനാർത്ഥം വിദേശ രാജ്യങ്ങളിൽ പോയിരിക്കുകയാണ്. അവിടെയൊക്കെ പരിരക്ഷിക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. തല വണക്കാം. സ്നേഹിത കർത്താവിലേൻ്റെ ഞങ്ങൾ തിരിച്ചറിയുന്നു. വിദേശ രാജ്യങ്ങൾ പ്രവർത്തിക്കാൻ പ്രിയപ്പെട്ടവരൊത്ത് പ്രാർത്ഥിക്കുന്നു. അവരെ വിടുവിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്ന ദൈവം നീയായിരിക്കുക സ്തോത്രം. അനേകരുടെ തൊഴിലുകൾ നഷ്ടപ്പെടുമെന്നുള്ള ഭയത്തിൽ അവർ കഴിയുകയാണ്. കർത്താവ് നീ അവരെ രക്ഷിക്കണം. അവരുടെ ഭയാശങ്കകൾ മാറ്റണമേ. യഹോവയിൽ പ്രത്യാശ വെക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവ് വരുത്തുകയില്ലല്ലോ. അവർ അത്രമാത്രം എൻ്റെ വിശ്വസ്തരായിരിക്കുന്നോ അത്രമാത്രം ഈ പ്രവർത്തിക്കുക മാത്രമല്ല, കർത്താവ് എന്തെങ്കിലും പിഴവുകൾ വന്നുപോയി ക്ഷമിച്ച് അവരുടെ ജോലിയിൽ യഥാസ്ഥാനപ്പെടുത്തുവാൻ സഹായിക്കണമേ. കടുത്ത സാമ്പത്തികമായ പ്രതിസന്ധിയിൽ നിന്ന് ലോകത്തെ നീ രക്ഷിക്കണമെന്നതിൻ്റെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. ഒരു രാജ്യത്തോ മറ്റൊരു രാജ്യത്തോ അല്ല, പൊതുവായി ഉണ്ടാകാൻ പോകുന്ന വലിയ സാമ്പത്തിക പ്രതിസന്ധി നിന്ന് രക്ഷിച്ച് അവിടുത്തെ നാമം മുഖത്തപ്പെടുവാൻ തക്കവണ്ണം അത്യത്ഭുതകരമായി ലോകത്തെ ഇതിൽ നിന്ന് കരകയറ്റുവാൻ തക്കവണ്ണം പോംവഴികൾ കണ്ടെത്തി അങ്ങനെ പ്രവർത്തിക്കുകയും പരിവർത്തിക്കുകയും ചെയ്യണമെന്ന് അവിടുത്തെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ നാമം മുഖത്തപ്പെടുവാൻ തക്കവണ്ണം ഈ വലിയ പ്രതിസന്ധിയിൽ കർത്താവെ അങ്ങ് പ്രവർത്തിച്ച് അനുഗ്രഹം പായ്പനിടയാക്കണമെന്ന് ഈശ്വരത്തിൽ അപേക്ഷിക്കുന്ന കൃപയുടെ കേൾക്കുമാറാണമേ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ശുശ്രൂഷയിൽ ഓർമ്മിപ്പിച്ചതുപോലെ ലോകത്തിലെ എല്ലാ ആരാധനാലയങ്ങളും അടച്ചിട്ടിരിക്കുകയാണ്. കാരണം ഇതിൻ്റെ കെടുതി മൂലം ആളുകൾക്ക് കൂട്ടം കൂടി വരുവാൻ സാധ്യമല്ല. മറ്റ് പോംവഴികളൊന്നുമില്ല. 3, 4, 5 പേര് അല്ലെങ്കിൽ 6, 7 പേര് കൂടുതൽ കൂടാൻ പറ്റുകയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് പകരുന്ന ഒരു പകർച്ചവ്യാധിയാണ്. അപ്പോൾ മാർച്ച് 15-ാം തീയതി മുതൽ എല്ലാ ആരാധനാലയങ്ങളും എല്ലാ മതങ്ങളിലും അടച്ചിട്ടിരിക്കുകയാണ്. നമ്മുടെ ആരാധനകളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് കോടിക്കണക്കിന് ആരാധന, 1, 2 ഒന്നുമല്ല, എല്ലാ ക്രൈസ്തവ ദേവാലയങ്ങളും അടച്ചിട്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റ് മതങ്ങളുടെയും ഹൈന്ദവ ക്ഷേത്രങ്ങളും അമ്പലങ്ങളും എല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. ഉത്സവങ്ങളെല്ലാം നടത്തുവാൻ സമ്മതിക്കുന്നില്ല. അതെ, മുസ്ലിം സഹോദരൻ മോസ്കുകൾ അടച്ചിട്ടിരിക്കുകയാണ്. ആരാധന നടക്കാൻ സാധ്യമല്ല. അപ്പോൾ ഇതിനെ ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, വളരെ വിദഗ്ധമായിട്ട് പിശാച് ആസൂത്രണം ചെയ്തിരിക്കുന്ന ഒരു പദ്ധതിയാണ്. കാരണം ഈ ലോകത്ത് ദൈവത്തോടുള്ള ആരാധനയെ ഏറ്റവും അധികം വെറുക്കുന്നത് പിശാചാണ്. അപ്പോൾ ഈ ആരാധനയെ നിശ്ചലമാക്കുവാൻ അവൻ മാത്രമാണ് ഏറ്റവും അധികം പരിശ്രമിക്കുന്നത്. ഒരു പക്ഷേ ഈ വൈറസിനെ എടുത്തുപയോഗിച്ചുകൊണ്ട് അവനിപ്പോൾ ദൈവത്തോടുള്ള ആരാധനയെ ഭൂമിയിൽ നിന്ന് നിശ്ചലമാക്കിയിരിക്കുകയാണ്. ആരാധനാലയങ്ങൾ തുറക്കപ്പെടണം, ആരാധന ഉയരണം. ഞാൻ പറയുന്നത് ക്രൈസ്തവ ദേവാലയങ്ങളെക്കുറിച്ച് മാത്രമല്ല, അത് എല്ലാ മതങ്ങളുടെയും അവരവരുടേതായ രീതികളിൽ ദൈവത്തെ കണ്ടെത്തി വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും ആരാധനകൾ ഭൂമിയിൽ നിന്ന് ഉയരണം. അത് അത്യന്താപേക്ഷിതമാണ്. ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. ദൈവം നമ്മളെ സൂക്ഷിക്കുക. അവനെ വിളിച്ചപേക്ഷിക്കുന്ന ആരെയും അവൻ ലജ്ജിപ്പിക്കുകയില്ല. ദൈവമാണ് ഒരു പക്ഷേ ഇത് അനുവദിച്ചു കൊടുത്തതെന്നുകൂടി ഞാൻ മനസ്സിലാക്കുന്നു. കാരണം അനേകമായ ക്രൈസ്തവ ആരാധനാലയങ്ങൾ യൂറോപ്പിലൊക്കെ ചുമ്മാ പൂട്ടിയിട്ടിരിക്കുകയാണ്. ചിലതൊക്കെ നാമമാത്രമായിട്ട് തുറന്നു വെച്ചിരിക്കുകയാണ്. അതെ, 10, 15 പേര് ചിലപ്പോൾ ചെല്ലും, 10, 60, എല്ലാം അതും 60 വയസ്സിനോ 65 വയസ്സോ കഴിഞ്ഞ പ്രായം ചെന്നവരാണ് ചെല്ലുന്നത്. ആരാധിക്കാൻ സമയമില്ല, അവർക്ക് പോകാൻ മനസ്സില്ല. അനുഭവങ്ങൾ അവരുടെ ജീവിതങ്ങളിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ദൈവം തന്നെ ലോകത്തിന് ചൂണ്ടിക്കാണിക്കുകയാണ്. നമുക്കറിയാം, യെരൂശലേം ദേവാലയം ദൈവം നശിപ്പിക്കുവാൻ കാരണം ഇസ്രായേൽ മക്കൾ അന്യദൈവങ്ങളെ ആരാധിച്ചതാണ്. കാരണം ആ ദേവാലയം കൊണ്ട് പിന്നെ അവിടെ യാതൊരു പ്രസക്തിയുമില്ല. ഒരുപക്ഷെ ഈ ദേവാലയങ്ങൾ ഇന്ന് തുറന്നു വെച്ചിരിക്കുന്നുവെങ്കിലും അവ കൊണ്ട് യാതൊരു പ്രയോജനവും തന്നെ ആരാധിക്കുന്ന ജനമില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ലോകത്തിലെ എല്ലാ ദേവാലയങ്ങളും ക്രൈസ്തവ ദേവാലയങ്ങൾ അടച്ചു പൂട്ടുവാൻ കൊണ്ടും ദൈവം മൗനമായിരിക്കുന്ന ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം. നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായിരുന്നാലും ദൈവത്തിൻ്റെ മൗനം വെടിയുവാനും ദൈവത്തെ ആരാധിക്കുന്ന ഒരു ചെറിയ കൂട്ടം ലോകത്തിലുണ്ട്. തീർച്ചയായിട്ടും ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന അവരെ ഓർത്ത് അബ്രഹാം പറയുന്ന പോലെ 50 പേരുടെ കാര്യം പറഞ്ഞു, 40, 30, 10 അങ്ങനെയുള്ള ഒരവസ്ഥയിൽ അവരെ ഓർത്ത് ദേവാലയങ്ങൾ തുറക്കപ്പെടുവാനും ആരാധന യഥാസ്ഥാനപ്പെടുത്തുവാനും സഹായിക്കുന്നതിനാണ് പ്രാർത്ഥിക്കുക. ദേവാലയങ്ങളോടൊപ്പം തന്നെ മറ്റ് മതങ്ങളുടെയും ആരാധനകൾ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഉയരണം. ഭൂമിയിൽ നിന്ന് ആരാധന ഉയർത്തപ്പെട്ട്
ദൈവനാമം മോത്തപ്പെടുവാൻ കൊണ്ടും സഹായിക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. സ്നേഹിതയായ കർത്താവേ, ഞങ്ങളെ തന്നെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അടച്ചുപൂട്ടപ്പെട്ട ഞങ്ങളുടെ ദേവാലയങ്ങൾ തുറക്കുവാനും ഞങ്ങൾക്ക് ഒരുമിച്ച് വീണ്ടും ആരാധിക്കുവാൻ കൊണ്ടും സഹായിക്കണമേ. ഭൂതലത്തിലുള്ള എല്ലാ മനുഷ്യർക്കും അങ്ങേ വിളിച്ചപേക്ഷിക്കുവാൻ തക്കതിനുണ്ട് കർത്താവെ. അവർക്ക് അങ്ങ് നൽകിയിരിക്കുന്ന വെളിച്ചലും ദർശനത്തിലും ദൈവത്തെ ആരാധിക്കുവാൻ തക്കമുള്ള വഴികൾ നീ തുറന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നീണ്ട കാലം സമർപ്പിക്കുകയാണ്. അതിനെ തടസ്സപ്പെടുത്തുവാനും നിർത്തുവാനും പിശാചിന് സാധ്യമല്ലല്ലോ കർത്താവെ. അവൻ താൽക്കാലികമായി വിജയം നേടിയിട്ടുണ്ട്. ഹല്ലേലൂയ കർത്താവേ. ആ വിജയത്തെ നീ തകർത്ത് കളയുന്ന ദൈവമായിരിക്കും സ്തോത്രം. യഹോവ തന്നെ ജയമെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ മക്കൾക്ക് വീണ്ടും കൂടി വരുവാനും നിന്നെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും തക്കതിനോണം ഞങ്ങളുടെ ദേവാലയങ്ങൾ തുറക്കപ്പെടുവാൻ തക്കവണ്ണം അവിടുന്ന് അതിശീഘ്രത്തിൽ പ്രവർത്തിച്ച് ജയമെടുത്ത് അനുഗ്രഹിക്കുമാറാണെന്ന് ഈശ്വരത്തിൽ അപേക്ഷിക്കുന്ന കൃപയുടെ കേൾക്കുമാറാണെന്ന്. നമ്മുടെ പ്രിയപ്പെട്ട മോഹന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിന് ബ്ലീഡിംഗ് ഉണ്ടായി. ആ ബ്ലീഡിങ് നിൽക്കുന്നതിന് വേണ്ടി ദൈവം നിർത്തണം. മരുന്നുകൾക്കൊന്നും മരുന്ന് നിർത്തുവാനായിട്ട് കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ വീണ്ടും വീണ്ടും മരുന്ന് കൊടുക്കണം. എന്നാൽ കർത്താവിൻ്റെ കരം അവൻ്റെ വെച്ച് അവന് സൗഖ്യം. അതാണ് നമുക്ക് പ്രാർത്ഥിക്കാറുള്ളത്. കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്കതിനോണം വളരെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരു കുടുംബമാണ്. ഇത്രത്തോളം ദൈവനെ സൂക്ഷിച്ചു. ഈ ഉപവാസ പ്രാർത്ഥന എനിക്ക് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഈ പ്രാർത്ഥനാസിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ഞാൻ നിങ്ങളുടെ സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. സമ്പൂർണ്ണ സൗഖ്യം പ്രാപിപ്പാൻ തക്കണം. ആ ബ്ലീഡിങ് നിൽക്കുവാനും ആരോഗ്യം പ്രാപിച്ചവനായി ഇവിടെ നടത്തപ്പെടുന്ന ത്രിദിന ഉപവാസ പ്രാർത്ഥന ജൂൺ മാസം അവസാന വാരത്തിൽ നടത്തപ്പെടുമെന്ന് ആഗ്രഹിക്കുന്നു. അതിൽ വന്ന് പങ്കെടുത്ത് ലോകത്തിന് മുൻപിൽ സാക്ഷിയായിട്ട് നിൽക്കുവാൻ തക്കവണ്ണം, അവനെ ബലപ്പെടുത്തുവാനും ശക്തീകരിക്കുവാനും തക്കവണ്ണം നമുക്ക് എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. ആ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഒത്ത് പ്രാർത്ഥിക്കാം. അവർക്ക് സമാനം നൽകുന്നതിനായിട്ട് പ്രാർത്ഥിക്കാം. അനേക ക്യാൻസർ രോഗികൾ അവർ സൗഖ്യത്തിനായിട്ട് വിളിച്ചു പറയുന്നുണ്ട്. അവരെല്ലാവരെയും മൊത്തമായിട്ട് ഓർത്ത് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചാട്ട് ഈ പ്രിയപ്പെട്ട മോഹന് വേണ്ടി അത് നമുക്ക് പ്രത്യേകമായിട്ട് മറ്റു രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടും. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥപിതാവാം ദൈവമേ, ഇത്രത്തോളം ഞങ്ങളെ സൂക്ഷിക്കുകയും പരത്തി ഞങ്ങളെ കാത്തു പരിപാലിക്കുകയും ചെയ്ത കൃപകൾക്കായിട്ട് സ്തോത്രം. പ്രിയപ്പെട്ട മോഹന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ ബ്ലീഡിങ് നിൽക്കുവാൻ നീ സഹായിക്കണം. നിൻ്റെ കൈവെക്കണമേ കർത്താവേ. നിൻ്റെ രക്തം ഊറ്റണമെന്ന് പ്രാർത്ഥന. മുറിഞ്ഞ കരം അവനെ വിളിച്ച് അവന് വിടുതൽ കൊടുത്ത് കർത്താവ് സൗഖ്യമാക്കിയുണ്ട്. ഇവിടുത്തെ കർത്താവ് ജൂൺ മാസം നടക്കുന്ന ത്രിദിന ഉപവാസ പ്രാർത്ഥന പങ്കെടുക്കുവാൻ തക്കവണ്ണം അവിടുന്ന് അവനെ ശക്തീകരിക്കണമേ. അവൻ്റെ കാലുകൾക്ക് ബലം നൽകണമേ. കർത്താവിൻ്റെ കൈകൾക്ക് ബലം നൽകണമേ. അവന് സമ്പൂർണ്ണമായ സൗഖ്യത്തിൻ്റെ സാക്ഷിയായിട്ട് എഴുന്നേൽക്കുവാൻ തക്കവണ്ണം കർത്താവിന് ചെയ്ത വലിയ കാര്യങ്ങളെക്കുറിച്ച് ലോകത്തോട് വർണ്ണിക്കുവാൻ തക്കവണ്ണം അവനെ ശക്തീകരിക്കാൻ സഹായിക്കാൻ ചെയ്യണമേ. കുഞ്ഞുങ്ങളെ ഒത്ത് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം കർത്താവ് ഈ രോഗം മൂലം കഷ്ടപ്പെടുന്നത് ഓരോരുത്തരെയും നിൻ്റെ കാര്യങ്ങൾ സമർപ്പിക്കും. അങ്ങ് പ്രവർത്തിക്കുകയും പരിവർത്തിക്കുകയും വഴി നടത്തുകയും ചെയ്യണമെന്ന് യേശുവിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുമാറാണമേ. ആമേൻ. നമ്മുടേതായിട്ടുള്ള എല്ലാ രോഗികളും, ഒരുപാട് രോഗികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എനിക്ക് ഒരുപാട് പ്രെയർ റിക്വസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവരെയും പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ ഈ സമയം സാധിക്കുന്നില്ല. അപ്പോൾ പ്രെയർ റിക്വസ്റ്റ് തന്നവരൊക്കെ വീണ്ടും ഞങ്ങളുമായിട്ട് ബന്ധപ്പെടണം. ടെലിഫോൺ ചെയ്യണം. ഒരു പ്രെയർ റിക്വസ്റ്റ് അങ്ങോട്ട് വിളിച്ച് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഇടപാട് തീരുന്നില്ല. അതുകൊണ്ട് പലരും കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥന പങ്കെടുക്കുമ്പോൾ അതെ ഒന്ന് വിളിച്ച് പറയാൻ ഒരു ചിലവുമില്ല, ഒരു നഷ്ടവുമില്ല. 1-2 മിനിറ്റ് മാത്രമാണ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ അനേകർ ഇപ്രകാരം ഉള്ള സുഖം കഴിയുമ്പോൾ വിളിച്ചങ്ങ് പറഞ്ഞേക്കും പ്രാർത്ഥിക്കണമെന്ന്. ചിലരാണെങ്കിൽ എഴുത്തയച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേങ്കിൽ വന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ പ്രശ്നങ്ങൾ പരിഹാരം തേടുവാൻ ആർക്കും താല്പര്യമില്ല. ഒരു പ്രെയർ റിക്വസ്റ്റ് അയക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും കാര്യം. ഒന്ന് പ്രാർത്ഥിച്ചാൽ ഉടനെ ഇത് അങ്ങനത്തെ മാജിക് ശുശ്രൂഷയൊന്നുമല്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ പുതിയ സൃഷ്ടികളായി തീരണം. ഞങ്ങളുടെ ഏത് പ്രശ്നത്തിനും പരിഹാരമുണ്ട്, അതിനെനിക്ക് യാതൊരു സംശയവുമില്ല. പക്ഷേ നിങ്ങൾ സ്വയം സമർപ്പിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ പുതിയ സൃഷ്ടികളായിക്കൊണ്ട് പറഞ്ഞു. എന്തിനാ ഈ ശുശ്രൂഷ എന്ന് ബ്രദർ പറയുന്നതെന്ന് ചിലർ ചിന്തിച്ചേക്കാം. ഞങ്ങൾക്ക് വേറെ ശുശ്രൂഷയിൽ പോയാൽ പറ്റും. നിങ്ങളുടെ ഇഷ്ടമുള്ള ശുശ്രൂഷയിൽ പോകാം. പക്ഷേ എനിക്കൊരു നിർബന്ധമുണ്ട്. അതെ, ദൈവത്തെ രുചിച്ചറിയുന്ന ഓരോ വ്യക്തി ഒരു പുതിയ സൃഷ്ടിയാകണമെങ്കിൽ അവൻ്റെ ഒരു സമ്പൂർണ്ണമായ ശിക്ഷണം ആവശ്യമുണ്ട്, പരിശീലനം ആവശ്യമുണ്ട്. കാരണം ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ടും ഇത്രയും നാൾ പല കാര്യങ്ങൾ ചെയ്തിട്ടും പള്ളിയിൽ പോയിട്ടും പല കാര്യം നടക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്, നിസ്സഹായതയിൽ എല്ലാം തകർന്ന അവസ്ഥയിലാണ് നിങ്ങൾ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മാറ്റം നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ ഉണ്ടാകണം. ഇതൊരു സഭയല്ല, ഇതൊരു എക്യുമെനിക്കൽ പ്രാർത്ഥനാ ശുശ്രൂഷയാണ്. നിങ്ങളായിരിക്കുന്ന സഭകളിൽ തന്നെ വേണം പ്രവർത്തിക്കാൻ. എന്നാൽ അപ്രകാരം പ്രവർത്തിക്കുവാൻ തക്കവണ്ണം കഴിയണമെങ്കിൽ നിങ്ങൾക്ക് ഒരു നേതൃത്വം ആവശ്യമുണ്ട്. നിങ്ങളെ നയിക്കുന്നതിന് വേണ്ട മുഖാന്തരങ്ങൾ ആവശ്യമുണ്ട്. നിങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ ആവശ്യമുണ്ട്. നിങ്ങൾ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇതിനൊക്കെ വെച്ചാണ് പിന്നെയും ബന്ധപ്പെടുവാൻ ആവശ്യപ്പെടുന്നത്. പക്ഷേ ആർക്കും അതൊന്നും കഴിയുകയില്ല. ഒരു റിക്വസ്റ്റ് എഴുതാനായിട്ട് 2 മിനിറ്റ് മാത്രം ടെലിഫോൺ മതി. ഇപ്പോഴത്തെ ആധുനിക സംവിധാനങ്ങൾ അനുസരിച്ച് ഒരു മെസ്സേജ് അയക്കാനോ ഒരു വാട്സപ്പ് അയക്കാനോ
അതെ, ഒന്ന് ഇട്ടിട്ട് പിന്നെ അനക്കമേ ഇല്ല. കിട്ടിയാൽ ഒരാന, പോയാലൊരു വാക്ക് എന്നുള്ളൊരു പ്രമാണമാണ് അനേക സഹോദരങ്ങളുണ്ട്. ആ സാഹചര്യത്തിൽ ഇവിടെ അയച്ച എല്ലാവരുടെയും പ്രയർ റിക്വസ്റ്റുകൾ നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷേ അനുഗ്രഹങ്ങൾ പ്രാപിച്ചിട്ട് മുന്നേറാൻ പോകുന്നത് അതിൽ പരമാർത്ഥയോടെ കടന്നു വരുന്നവർക്കാണ് എന്നുള്ള കാര്യം ഞാൻ പ്രത്യേകം അറിയിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഒരുപാട് പ്രയാസ പ്രശ്നങ്ങളുണ്ട്. ദൈവസന്നിധിയിൽ അവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. എല്ലാവർക്കും അവരവരുടെ പ്രയാസങ്ങൾ, നിങ്ങളുടെ കുടുംബത്തിലുള്ള പ്രയാസങ്ങൾ, കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള പ്രയാസങ്ങൾ, രോഗങ്ങൾ എന്ന് വേണ്ട ഒരുപാട് ജോലിയിലുള്ള ബുദ്ധിമുട്ടുകൾ, ഇനി ജോലി ഉണ്ടോ എന്നറിയാൻ വയ്യാത്ത ആശങ്കകൾ, ഒരുപാട് പ്രയാസങ്ങൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലുണ്ട്. അതിനെ ഓർത്ത് വ്യക്തിപരമായിട്ട് ദൈവത്തോട് നിലവിളിക്കാനുള്ള സമയമാണിത്. ഞാനത് നിങ്ങൾക്കായിട്ട് വിട്ടുതരുന്നു. പ്രാർത്ഥിക്കുക. സ്നേഹിയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്വപിതാവാം ദൈവമേ, അടിയങ്ങൾ ഭാരത്തോടെ അവിടുത്തെ തന്നിലേക്ക് കടന്നു വരുന്നു. ഞങ്ങളുടെ വേദനകളും നിങ്ങളുടെ പ്രയാസങ്ങളും ഞങ്ങളുടെ ആകുലങ്ങളൊക്കെ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്നു. സൗഖ്യമാക്കുന്ന യഹോവ ഞങ്ങളെ സൗഖ്യമാക്കണമേ. ഞങ്ങളുടെ മുന്നിലുള്ള തടങ്കൽപ്പാറകളെ തകർക്കണമേ. പുതിയ കൃപകൾ പ്രാപിച്ചുകൊണ്ട് അവിടുത്തെ സാക്ഷികളായിക്കൊണ്ട് മുൻപോട്ട് പോകാൻ തക്കവണ്ണം കർത്താവ് പെരുത്ത മുൻകൂട്ടത്തെ പിടിച്ചെടുക്കുവാൻ തക്കതിനുണ്ട്. കർത്താവ് ശുശ്രൂഷയിൽ അവരോടൊപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും നീ സഹായിച്ച് അനുഗ്രഹിക്കുമാറാണ്. ഈശോ അതിൽ അപേക്ഷിക്കുന്ന കൃപയുടെ കേൾക്കുമാറാണമേ. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എളിയ ശുശ്രൂഷ ഓർക്കണമെന്ന് ഞാൻ നിങ്ങളുടെ സ്നേഹത്തോട് ഓർപ്പിക്കുന്നു. വേൾഡ് ടു വേൾഡ് മിനിസ്ട്രീസ് അത് വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരുമായിട്ട് ബന്ധപ്പെടുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് കഴിയണം എന്നുള്ള കാര്യം ഞാൻ നിങ്ങളുടെ സ്നേഹത്തോട് ഓർപ്പിക്കുന്നു. ദൈവവചനത്തിൽ അധിഷ്ഠിതമായിട്ട് ദൈവവചനത്തിൻ്റെ പ്രചാരണത്തിനും പ്രകടനത്തിനും വേണ്ടിയാണ് നാം പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. അനേകരെ കഷ്ടങ്ങളിൽ നിന്നും നെടുവീർപ്പുകളിൽ നിന്നും മരണത്തിൻ്റെ താഴ്വരകളിൽ നിന്നും രോഗത്തിൻ്റെ കെടുതികളിൽ നിന്നും ജീവിതയാത്രകൾ മുൻപോട്ട് പോകാൻ കഴിയാത്ത അനേകമായ സാഹചര്യങ്ങളിൽ നിന്നും കരം പിടിച്ച് നടത്തുന്ന ഒരു എളിയ ഉപവാസ പ്രാർത്ഥന ശുശ്രൂഷയാണ് ഈ ശുശ്രൂഷ. ഇതൊരു സഭയല്ല, എല്ലാ സഭയിലെ സഹോദരങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ശുശ്രൂഷയാണ്. അതുകൊണ്ട് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങളെല്ലാവരും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ സ്നേഹത്തോട് ഓർപ്പിക്കുന്നു. നമ്മുടെ ടെലിവിഷൻ ചാനലിന് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് അനുയോജ്യമായ സഹായികളെ വിവിധ തലങ്ങളിൽ ലഭിച്ചേ മതിയാകും. എൻ്റെ കരങ്ങളെ ബലപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവം പ്രവർത്തിക്കണം. കഴിഞ്ഞ അനേക ഉപവാസ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുകയാണ്. നിനക്ക് ഇതുവരെയും ദൈവം അതിനു വേണ്ടിയിട്ട് മറുപടി നൽകുന്നു. ദൈവം പ്രവർത്തിച്ചാൽ മതിയാകും. ഇവിടെ മ്യൂസിയം ഓഫ് ദ വേർഡുണ്ട്, ഒരുപാട് ശുശ്രൂഷകൾ ഉണ്ട്. അപ്പോൾ ഈ ശുശ്രൂഷകൾക്കെല്ലാം ദൈവം അനുയോജ്യമായ വ്യക്തികളെ ഒരുക്കി ഏറ്റവും അനുഗ്രഹപ്രദമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം, യഹോവയുടെ ജയക്കൊടി ഉയർത്തുവാൻ തക്കവണ്ണം, എൻ്റെ ബലഹീനമായ കരങ്ങളെ ബലപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവം പ്രവർത്തിക്കുന്നതിനായിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. അതോടൊപ്പം എൻ്റെ കാലുകൾക്ക് ശക്തിയും കൈകൾക്ക് വേഗതയും തന്ന് ദൈവം ആഗ്രഹിക്കുന്ന തലങ്ങളിലേക്ക് ഈ ശുശ്രൂഷ നയിക്കുവാനും നടത്തുവാനും എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന വിശ്വസ്തരായിട്ടുള്ള എല്ലാ പ്രവർത്തകരെയും അനുഗ്രഹിക്കുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്വപിതാവാം ദൈവമേ, അവിടുത്തെ മഹത്വമുള്ള ശുശ്രൂഷ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. ഇത്രത്തോളം നീ ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാ കൃപകൾക്കായിട്ട് സ്തോത്രം. കർത്താവ്, ഇന്ന് ഞങ്ങൾക്ക് മുൻപോട്ട് പോകണമെങ്കിൽ, ഇനിയും പുതിയ ഒരു തലത്തിലേക്ക് ഞങ്ങൾക്ക് ഉയരണമെങ്കിൽ ഞങ്ങൾക്ക് സഹായികളെ ആവശ്യമുണ്ട്. ഞങ്ങളുടെ കൈകളെ ബലപ്പെടുത്തുവാൻ തക്കവണ്ണം ഹല്ലേലൂയ കർത്താവെ, നീ തന്നെ തിരഞ്ഞെടുക്കുന്ന സഹായികളെ ഞങ്ങൾക്ക് ഒരുക്കി തരണമെന്ന സ്നേഹത്തോട് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥനകളൊക്കെ നിങ്ങളുടെ അപേക്ഷ വിഷയമാണ്. നീ അത് തൃക്കൺ പാർക്കണമേ കർത്താവെ. ഞങ്ങൾക്ക് അനേക ജോസഫുമാരെ ആവശ്യമുണ്ട്. നീ എന്നെ തിരഞ്ഞെടുത്ത് വിവേകത്തോടെ കൃപയോടെ പ്രവർത്തിപ്പാൻ തക്കവണ്ണം നീ തന്നേ മതിയാവും. നീ പ്രവർത്തിക്കണമേ. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങൾ പ്രവർത്തിക്കുന്ന എല്ലാവരെയും നിൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. നീ പ്രവർത്തിക്കുകയും പരിവർത്തിക്കുകയും ചെയ്യണമേ. നിന്റെ നാമം മഹത്വപ്പെടാൻ സഹായിക്കണം. ഞങ്ങളുടെ ടെലിവിഷൻ ചാനലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്നെ അനുഗ്രഹിക്കണമേ കർത്താവെ. ചാനലിലൂടെ ഉപവാസ പ്രാർത്ഥന നയിക്കുവാൻ തക്കവണ്ണം നീ സാഹചര്യം ഒരുക്കിയല്ലോ, അതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. അതിനെ കൂടാതെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അനേകാര്യങ്ങൾക്ക് അതിൽ വന്നു കണ്ട് ദൈവത്തിൻ്റെ മഹത്വവും മനോഹരത്വവും മനസ്സിലാക്കുവാൻ തക്കവണ്ണം സഹായിക്കണം. അതിനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. പുതിയ കൃപകളോടും അനുഗ്രഹങ്ങളോടും വഴി നടത്തുവാൻ തക്കവണ്ണം കാലുകൾക്ക് ശക്തിയും കൈകൾക്ക് വേഗം അനുഗ്രഹിക്കണം. അവിടുത്തെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന എല്ലാ സുവിശേഷകന്മാരെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. ആത്മീയ മക്കളെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. ലോകം ഈ കൊടും ഭീതിയിലൂടെ മുൻപോട്ട് പോകുമ്പോൾ കർത്താവ് അങ്ങയോടും അടിയനോടും വിശ്വസ്ത പുലർത്തുന്ന ഒരു ഭവനത്തിലും ഇതിൻ്റെ കെടുതി വരാതെ വണ്ണം കർത്താവ്, നീ അവരുടെ ഓരോരുത്തരുടെ കൂടാരങ്ങളെയും നിൻ്റെ രക്തം കൊണ്ട് മുദ്രയിട്ട് സൂക്ഷിക്കണമെന്ന് നിന്റെ സ്നേഹത്തോടെ ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷ കൂട്ടായിരിക്കണമേ. യന്ത്ര സംവിധാനങ്ങളെ നീ സൂക്ഷിക്കണമേ കർത്താവെ. സംരക്ഷണങ്ങളെ സൂക്ഷിക്കണമേ. ലോകത്തിൻ്റെ ഏത് മൂലക്കായിരുന്നാലും ആഗ്രഹിക്കുന്ന എല്ലാവർക്കും യാതൊരു തടസ്സവും കൂടെ ഇത് കാണുവാനും കേൾക്കുവാനും സഹായിച്ച് അനുഗ്രഹിക്കണമേ. നിൻ്റെ വലിയ അഭിഷേകം പ്രാപിക്കുമ്പോൾ കർത്താവെ, ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിൽ നിന്ന് ഇതിൽ പങ്കെടുക്കുന്ന കർത്താവെ മക്കളെ ഓരോരുത്തരെയും അവർ ഏത് രാജ്യത്തായിരുന്നാലും നിൻ്റെ അഭിഷേകാഗ്നിയാൽ നിറച്ച് നയിക്കണമെന്ന് ഈശോ അപേക്ഷിക്കുന്ന കൃപകൾക്ക് വരാണമേ.
യേശു എന്നെ സൂക്ഷിക്കുന്നു, യേശു യേശു എന്നെ രക്ഷിക്കുന്നു, യേശു യേശു എന്നെ പുലർത്തുന്നു, യേശു യേശു എന്റെ യേശു പൊന്നേശു. യേശു എന്നെ സൂക്ഷിക്കുന്നു, യേശു യേശു എന്നെ രക്ഷിക്കുന്നു, യേശു യേശു എന്നെ പുലർത്തുന്നു, യേശു യേശു എന്റെ യേശു പൊന്നേശു. ആദ്യ സ്നേഹിതർ തള്ളിയപ്പോൾ, വ്യാജങ്ങളാൽ കല്ലെറിഞ്ഞപ്പോൾ, ആദ്യ സ്നേഹിതർ തള്ളിയപ്പോൾ, വ്യാജങ്ങളാൽ കല്ലെറിഞ്ഞപ്പോൾ, മാറോടണച്ചേശു എന്നെ കോരിയെടുത്ത് ആശ്വസിപ്പിച്ചു. മാറോടണച്ചേശു എന്നെ കോരിയെടുത്ത് ആശ്വസിപ്പിച്ചു. യേശു എന്നെ സൂക്ഷിക്കുന്നു,